ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പരാതിയാണ് മൊബൈൽ പെട്ടെന്ന് തന്നെ ചൂടാകുന്നുണ്ട്, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ള കാര്യം. മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുകയില്ല. ഒരു 3-4 ട്രിക്കുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഹീറ്റിംഗ് പ്രശ്നം ഉണ്ടാകുകയില്ല, അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീരുകയും ഇല്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് ആദ്യം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്പ്ലേ എന്ന ഭാഗം നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, അതായത് ലൈറ്റ് മോഡും ഡാർക്ക് മോഡുമുണ്ട്. നിങ്ങൾ ഒരിക്കലും ലൈറ്റ് മോഡിൽ വെക്കരുത്. ലൈറ്റ് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നന്നായിട്ട് പ്രകാശിക്കുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഹീറ്റിംഗ് ആകാൻ തുടങ്ങും. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ ഒരു ബ്രൈറ്റ്നസ് കൂടുതലുള്ളത് കൊണ്ട് മൊബൈൽ ഹീറ്റാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് ഡാർക്ക് മോഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ കണ്ണിനും വളരെയധികം നല്ലതാണ് ഡാർക്ക് മോഡ്. ഈ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ കംഫോർട്ട് ഷീൽഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ കണ്ണിന് നല്ലൊരു പ്രൊട്ടക്റ്റ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ്സിൽ, അതായത് ഒരു പ്രത്യേക ഒരു കളറായിട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നിരന്തരമായിട്ട് മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ഒരു വേദന അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥ ഒന്നും ഒരിക്കലും തന്നെ ഈ ഒരു സംഭവം ഓണാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരാം. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ QHD എന്ന ഭാഗത്താണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് FHDയിലേക്ക് മാറ്റി കൊടുക്കുക. HDയിലേക്കൊന്നും മാറ്റി കൊടുക്കണ്ട, FHDയിലേക്ക് നടുവിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ പെട്ടെന്ന് ഹീറ്റാകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഇത് ആ ഒരു റെസൊല്യൂഷൻ കൂടുതലാകുമ്പോൾ നമ്മുടെ മൊബൈൽ ഹീറ്റാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്ക്രീൻ റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീൻ റെസൊല്യൂഷൻ FHDയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഭാഗത്ത് ഈ 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ ആൻഡ് AOD എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗം ഓണിലാണോ എന്ന് നോക്കുക. ഇത് ഓണിലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് മൊബൈലിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്തു. വെറുതെ ഒന്നിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ലോ സ്ക്രീനിലുള്ള ആ ഒരു ക്ലോക്കും തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ പോക്കറ്റ് ഇടുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ വർക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണമായിട്ട് നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് ഹീറ്റാകാനും ബാറ്ററി പെട്ടെന്ന് ലോ ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതൊന്നും നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു കാര്യം പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാനുണ്ട്. അതായത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കൂടുതലായിട്ട് ബാറ്ററി യൂസ് ആകുന്നത് എന്നിവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്,
അതുപോലെ തന്നെ ടെലിഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം യൂസ് ആയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് സ്ക്രീനിൽ നമ്മൾ ഇത് ഓണാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ഇത് ബാറ്ററി എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് പോലുള്ള നോട്ടിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലും അതായത് ഓഫ് സ്ക്രീനിലും വരണം എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്യരുത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എത്രത്തോളം ആ ഒരു ആപ്ലിക്കേഷൻ വർക്കായിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻ ടൈമും അതിൻ്റെ ടോട്ടൽ ടൈമും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മൊബൈൽ ഡാറ്റ എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്താൽ മാത്രം പോരാ, തൊട്ട് താഴെ ഇവിടെ പുട്ട് ഇൻ ഡീപ്പ് സ്ലീപ്പ് എന്ന ഭാഗത്തേക്കും മാറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും തന്നെ ഈ ആപ്ലിക്കേഷൻ വർക്കാകില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ അത് ബാക്ക്ഗ്രൗണ്ടിലും വർക്കാവണം എന്നുള്ള ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കോളുകൾ മെസ്സേജുകളൊക്കെ വന്നു എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാത്ത ആപ്ലിക്കേഷനൊക്കെ തന്നെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക. പുട്ട് ഇൻ ഡീപ്പ് സ്ലീപ്പ് എന്ന ഈ ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ വർക്കാകുകയില്ല. അങ്ങനെ വർക്കാകാതിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് ചൂടാകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീരുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, പവർ സേവിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അനാവശ്യമായിട്ട് ബാറ്ററി യൂസ് ആകുന്ന സംഭവങ്ങളൊക്കെ ഇത് തടയും. അതുപോലെ തന്നെ അത് കാരണമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ആ ഒരു ഹീറ്റിംഗ് പ്രശ്നം കൂടി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, മൊബൈലിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബാക്ക് കവർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ വെയിലത്തൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചൂടും ഒക്കെ ഈ ഒരു ബാക്ക് കവറിൽ ഇങ്ങനെ അവിടെ തങ്ങി നിൽക്കും. അത് നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് ഹീറ്റാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കവർ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഈ കവർ റിമൂവ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം അങ്ങനെ റിമൂവ് ചെയ്ത് വെച്ചാലും നിങ്ങളുടെ ആ ഒരു മൊബൈൽ പെട്ടെന്ന് തന്നെ ചൂടാകുന്ന സംഭവം നിങ്ങൾക്ക് തടയാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒരിക്കലും തന്നെ പെട്ടെന്ന് ചൂടാകുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററിയും പെട്ടെന്ന് ചാർജ് തീരുകയും ഇല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.